കുറച്ച് ആളുകളെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരുപാട് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നു, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ എന്താ ഈ ടെക്നിക്സ് എന്നറിയാവോ? അപ്പോൾ ആദ്യം ഞാൻ ടെക്നിക്സിനെ കുറിച്ച് പറയാം. 555 മെത്തേഡ്, 333 മെത്തേഡ്, വിഷ്വലൈസേഷൻ, എന്താ പറയുക, സ്ക്രിപ്റ്റിംഗ്, ത്രെഡ് ടെക്നിക്ക്, അങ്ങനെ ഒത്തിരി ടെക്നിക്സുകളുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന ടെക്നിക്സുകൾ മാത്രം നടക്കാത്തത്, അല്ലെങ്കിൽ വേറെ ആളുകളൊക്കെ ചെയ്യുമ്പോൾ അത് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ചില ആളുകളൊക്കെ ഒത്തിരി ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടും എൻ്റെ ലൈഫിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഗോൾസുകളൊന്നും എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ആക്ച്വലി ഇവിടെ ടെക്നിക്സിനല്ല പ്രോബ്ലം. നമ്മൾ എന്തിനാണ് ഈ ടെക്നിക്സ് ഉപയോഗിക്കണമെന്നറിയാവോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അഥവാ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അത് പറയാൻ, അത് അറിയിക്കാൻ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്സുകളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ 555 മെത്തേഡ് നമ്മളൊരു കാര്യത്തിന് എഴുതുകയാണ്. 55 പ്രാവശ്യം എഴുതണം അല്ലേ, 5 ദിവസം, അങ്ങനെയല്ലേ ആ ടെക്നിക്സ്? അതെ. അപ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ എഴുതുന്ന സമയം നമ്മളിൽ വേറെ കുറേ ചിന്തകളുണ്ടെങ്കിൽ തീർച്ചയായും ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നത് വളരെ കുറവായിരിക്കും. ആ എഴുതുന്നതിൽ ഫോക്കസോട് കൂടെ എഴുതണം എന്നാണ് പറയുന്നത്. ഇനി അത് നമ്മൾ അങ്ങനെ ഫോക്കസോട് കൂടിയൊക്കെ ഞാൻ എഴുതുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ടും ഞാൻ എത്ര പ്രാവശ്യം എഴുതി എന്നിട്ടും നടക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? പിന്നെ നമുക്ക് കുറേ ബിലീഫ് സിസ്റ്റംസുകളുണ്ടാവും. കാരണം നമ്മുടെ ആഗ്രഹത്തെക്കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിലും ഇത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ മൈൻഡിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരുപാട് ചിന്തകളുണ്ടാവും. ഒരു ദിവസം തന്നെ നമുക്ക് ഒത്തിരി ചിന്തകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്ര കാലവും ഒരുപാട് നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഏതിനാണോ എനർജി അഥവാ ഊർജം കൂടുതൽ, അതിന് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ പോയിട്ട് നമ്മളിലേക്ക് ആ കാര്യങ്ങൾ മാജിക്കായിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇമോഷൻസുകളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് ഇമോഷൻസുകളെല്ലാം പോസിറ്റീവോടെ ഇരുന്നോട്ടെ, നെഗറ്റീവ് ഇമോഷൻസുകളും നെഗറ്റീവ് കാര്യങ്ങളെയും ഒക്കെ നമ്മളൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാം കളഞ്ഞാൽ മാത്രമാണ് നമ്മളൊരു കണ്ടെയ്നർ പോലെയാണ്. ആ കണ്ടെയ്നർ ക്ലീൻ ആക്കണമെങ്കിൽ എങ്ങനെയാണ്? ഒരുപാട് വിഷമങ്ങളും, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് ദേഷ്യം, വിഷമം, വൈരാഗ്യം, ഈഗോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ലെറ്റ് ഗോ ചെയ്യുക അഥവാ ഫോർഗീവ് ചെയ്ത് കഴിയണം. അതുകൊണ്ടാണ് ഈ ലെറ്റ് ഗോനും ഫോർഗീവ്നെസ്സിനൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളത്. നമ്മൾ അതെല്ലാം ക്ഷമിച്ചു കൊടുത്തും പുറത്തു കൊടുത്തും ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ പാത്രം എങ്ങനെയാവും? വളരെയധികം ക്ലീൻ ആവുമ്പോൾ എന്താ ഉണ്ടാവുക? പോസിറ്റീവുടെ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ പാത്രത്തിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അത് വേഗം നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലെൻസ് ആവണം എന്നാണ് പറയുക. ക്ലെൻസ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർഗീവ് ചെയ്യുക. ക്ഷമിച്ചു കൊടുക്കേണ്ടടുത്ത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം, പുറത്തു കൊടുക്കേണ്ടടുത്ത് നമ്മൾ പുറത്തു കൊടുക്കുക തന്നെ വേണം. ദേഷ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഏതിനായിരിക്കും കൂടുതൽ എനർജി ഉണ്ടാവുക? നമ്മളൊരു ആഗ്രഹം ഇട്ടു, പിന്നെ നമ്മുടെ ചിന്തകൾ മൊത്തം എന്തായിരിക്കും? വേറെ നെഗറ്റീവ് ഇമോഷൻസിനായിരിക്കും നമ്മുടെ എനർജി കൂടുതൽ. അപ്പോൾ എനർജി കൂടുതലുള്ള കാര്യങ്ങളായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഫോർഗീവ്നെസ്സും ലെറ്റ് ഗോനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ളത്. എന്തൊക്കെയാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരിക്കലും എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ടെക്നിക്സ് ചെയ്ത് നടക്കാത്തതെന്ന് പറയരുത്. അപ്പോൾ ചിന്തിക്കണം, നമ്മൾ എന്തൊക്കെയോ ക്ലെൻസ് ആവാനുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ക്ലെൻസ് ആവാനുണ്ട്, അഥവാ ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് കാര്യങ്ങളും അതെല്ലാം നമ്മൾ ക്ലീനാക്കി വരുമ്പോൾ നമ്മുടെ കണ്ടെയ്നർ, നമ്മുടെ പാത്രം, നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയായിരിക്കും? വളരെ ക്ലീനും പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മളിടുന്ന ആഗ്രഹങ്ങൾ ഓരോന്നും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുക, ഒരു ആഗ്രഹം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ലെറ്റ് ഗോ ചെയ്ത് കൊടുക്കാനോ ക്ഷമിച്ചു കൊടുക്കാനോ പുറത്തു കൊടുക്കാനോ ഉണ്ടോ? അത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ലെറ്റ് ഗോ ചെയ്യാനും ഫോർഗീവ് ചെയ്യാനും ഒരിക്കലും മടി കാണിക്കില്ല ആരും. എന്താ ഉദ്ദേശം? ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരാളോട് ദേഷ്യം ഉണ്ടെന്ന് വയ്ക്കാം. ആ ദേഷ്യം വെച്ചോണ്ട് നടക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾക്ക് മുന്നിലേക്ക് പോകാനുള്ള നമ്മുടെ യാത്രകൾ വളരെ സുഗമാവണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്യണം. ലെറ്റ് ഗോ ചെയ്യുക, ഫോർഗീവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ യാത്ര വളരെയധികം ഫാസ്റ്റ് ആവണേ. അപ്പോൾ ഇനി ടെക്നിക്സുകളെ കംപ്ലൈൻറ്റ് പറയരുത്,
ടെക്നിക്സ് ചെയ്ത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഞാൻ എന്തൊക്കെയോ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്, ഫൊർഗീവ് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.